തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞ് നേരിട്ട് മനസാക്ഷിയെ നടക്കുന്ന ക്രൂരതയാണ്. 51 മുറിവുകളാണ് കുഞ്ഞിന്റെ ശരീരത്തിലുള്ളതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അഷ്കർ കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നുവെന്ന് അഖിലയുടെ അമ്മ റീന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പുഴുത്ത പട്ടിയെ പോലെ ആയിരിക്കും കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞു. അഖിലയും എല്ലാത്തിനും കൂട്ടുനിന്നുവെന്നും മകളെന്ന് പറയാൻ പോലും തനിക്ക് നാണക്കേടാണെന്നും അമ്മ പറയുന്നു. ഇത് ചെയ്ത ചെറ്റാന്ന് തന്നെ വിളിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ലല്ലോ. അവനെ ഞാനൊന്നും പറയില്ല. ഇതിന് കൂട്ടുനിന്ന ആ കുട്ടീൻ്റെ തള്ളയില്ലേ, അമ്മ എന്നൊന്നും പറയരുത്. അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അപമാനമാണത്. ഇവക്കൊക്കെ എന്തിനാണ് ഈശ്വര ഇതിനൊക്കെ കൊടുത്ത്? ആ കുഞ്ഞ് വേറെ എവിടെയെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ ഇടയിലായി പോയല്ലോ എന്ന് ഓർത്തിട്ട് വിഷമാവുന്നു. ഓക്ക് പറ്റില്ലെങ്കിൽ ഓക്കെ ഓളെ വീട്ടിലെങ്കിലും ഏൽപ്പിച്ചൂടെ? എന്തിനാ ഇത്രയും ദ്രോഹം അതിനോട് ചെയ്തത്? അതെന്ത് തെറ്റാ ചെയ്തത്? ഈ ഭൂമിയിലേക്ക് വന്നിട്ട് 1.5 വർഷം അതിനുള്ളിൽ അത് അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ചു. അതിന് പറയാൻ പറ്റുമോ എനിക്ക് എൻ്റെ അച്ഛൻ അടിക്കുന്നുണ്ട്? അച്ഛനല്ല, അവൻ ഏതോ രണ്ടാനച്ഛനെന്തോ ആണല്ലോ. അവന് വിട്ടേക്ക് അച്ഛൻ എന്നുള്ള ഒരു ലേബലേ അവന് കൊടുക്കാൻ പറ്റൂല. അവളിതെങ്ങനെ കണ്ടിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ നിയമം അത്രയും ശക്തമായതുകൊണ്ട് തന്നെ കൂളായിട്ട് അവരിറങ്ങി വരും. നമ്മളെ കോടതി വെറുതെ വിട്ടാലും ദൈവത്തിൻ്റെ കോടതിയിൽ ഒരു ശിക്ഷ അനുഭവിക്കാതിരിക്കില്ല. ചെയ്തതിന് ഇഞ്ചിഞ്ചായി ദൈവമെങ്കിലും ചോദിക്കും.